ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എങ്ങനെയാണ് ഈ ചിക്കൻ ബിരിയാണി ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ചിക്കൻ ബിരിയാണി പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് തൈര് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താൽ മാഗ്നറ്റ് ചെയ്യേണ്ട ഈ ഒരു ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പൂ, കുരുമുളക് ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സി ജാറിലിട്ടിട്ട്. ബിരിയാണി വെക്കാനുള്ള സ്റ്റൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 10 ലിറ്ററിൻ്റെ ഈ ഒരു കുക്കറിലാണ് ബിരിയാണി ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫുള്ള് ഇതേപോലെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുക്കർ ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും അല്പം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. പെരിഞ്ജീരകം, ബേ ലീഫ്, തക്കോലം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പുതിന ഇല ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് അടച്ച് വയ്ക്കുക. ആ ഒരു സ്മെല്ല് നന്നായിട്ട് ആ ഒരു ബിരിയാണിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഒപ്പം ഒരു 4-5 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസാണ്. സവോള നന്നായിട്ട് വഴണ്ടി വരണം, എന്നാലാണ് ബിരിയാണിക്ക് നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമുക്ക് അരി കഴുകാൻ വേണ്ടിയിട്ട് എടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർത്തേണ്ടത്. അരി കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സ്പൈസസ് ആണ്. ഇത് നല്ലൊരു സ്മെല്ല് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 4 തക്കാളി ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ ആ ഒരു പച്ചമണവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർത്താൻ പോകുന്നത്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മല്ലിയില ചേർത്താൻ മറക്കാതിരിക്കുക. മല്ലിയില നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിവാക്കിയിട്ട് 9 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി തിള വന്നതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുന്ന ഈ ഒരു അരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ദം കൊടുക്കാനുള്ള തീക്കനലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലെ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കുക്കർ വെച്ചിട്ടാണ് ദമ്മിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അരി നന്നായിട്ട് മേളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ലെമൺ ജ്യൂസ് ഒരു അരമുറിയുടെ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മല്ലിയില കൂടി മേളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിസിൽ ഫുള്ളായിട്ട് വേണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ഓഫാക്കാം. നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ബിരിയാണി ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. ഹോംലി വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.